അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ ക്യാൻറ്റീൻ്റെ മുമ്പിലാണ്. പ്രൊഡ്യൂസർ ഇവിടെ ഒരു JMB ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തോ കാര്യമായിട്ട് ട്രീറ്റൊക്കെ തരാമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. രാവിലെ ഞങ്ങളിവിടെ വന്നിട്ട് ഒരു അരമണിക്കൂറിന് മുകളിലായി, ഇതുവരെയായിട്ട് പുള്ളിനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ട് കാറിൻ്റെ അകത്ത് കണ്ട കൊണ്ട് വയ്ക്കുന്നുണ്ട്. എന്തെന്നറിയാൻ മേല, നമുക്ക് നോക്കാം. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടല്ലേ, എന്തായാലും മേടിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പാചക വിദഗ്ധൻ എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരുവാണ്. അപ്പം ഞങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ എഗ്രിമെൻ്റ് ഒന്നും ഇല്ല. നിങ്ങളും കൂടണം. ഞങ്ങളും കൂടണം. ആ പിന്നെ എന്തിനാ നിങ്ങൾ വിളിച്ചു വരുത്തി? എന്നാൽ പിന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരായിരുന്നു. എന്നാ ബിരിയാണി അല്ലേ? ബിരിയാണി ഉണ്ടാക്കാണെന്ന് എനിക്കറിയാം. അറിയണ്ട, ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയില്ല. കഴിക്കാറിയാവോ? പറയണില്ല. എന്നാ ബിരിയാണി? ചിക്കൻ ബിരിയാണി. അപ്പം ഞങ്ങൾ എന്നൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാം. അത് പറഞ്ഞുതരാം. നമുക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പോവാം. നമുക്ക് സവോള ഇടാം. നമ്മളൊരു മനക്കണക്കാണ്, മതിയാവുന്ന പ്രതീക്ഷിക്കുന്നു. സവോള പെട്ടെന്ന് വാടാൻ എന്താ ചെയ്യണ്ടേ? പറ. ഞാൻ പറഞ്ഞു കുക്കിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയാൻ പാടില്ല, അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും. കുക്കിങ്ങിൻ്റെ എൻ്റെ മാത്രം അറിയാം തിന്നാൻ. ഇപ്പോൾ സവോള വാടാനായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പുരാതന കാലം തൊട്ട് കാരണന്മാർ പ്രയോഗിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. പാടാനായിട്ട് എന്നാ അതെ, ഉപ്പിടുന്നു. കൂടിപ്പോയാലും കൂടിയെന്ന് പറയാണ്ടിരുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഹൈലൈറ്റ് അതല്ല, ഇതൊരു അടപ്പ് വെച്ച് മൂടുക പെട്ടെന്നായാലും. ഇത് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ, അതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകും. ഞങ്ങളിതിനെ തന്നെയാണ് ഇറച്ചി കഴിക്കുന്നത്. അത് വേണം ചെയ്യാൻ. പക്ഷെ വെറുതെ പറഞ്ഞു. ഇത് ഇനി ഇളക്കി കൊടുക്കണം. ഇളക്കാൻ ഞാൻ ചെറിയ തവി കൊണ്ടുവന്നിട്ടുണ്ട്, ചട്ടകം. അതിനകത്ത് കൈ വേദന അടി പിടിക്കണമെന്ന് തോന്നുന്നു. അതൊന്നും ചെയ്യണ്ട അവിടെ വെച്ചോ. അത് തൊട്ട് കൊളാക്കരുത്, ദൈവത്തെ ഓർത്ത്. കണ്ട പണിയെടുക്കാൻ പറ്റണല്ലോ, അവിടെ പണിയെടുക്കാൻ സമ്മതിക്കണില്ല. ഇതിന് എത്ര നേരം എടുക്കും? അരമണിക്കൂറോ? സ്പീഡില്ല, തീയില്ല. ചായ കാണാം. അപ്പൊ ബിരിയാണി ഉണ്ടാക്കണം. ബിരിയാണി ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം അനുസരിച്ച് എത്ര മണിക്ക് ഞങ്ങൾക്ക് കിട്ടും? 2 മണി. 2 മണിക്ക്? 2 മണിക്ക് കിട്ടിയില്ലെങ്കിൽ? 2 മണിക്ക് കിട്ടിയില്ലെങ്കിൽ അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്ത് 2:30 ആക്കുന്നു. ഇനി അരി വേവിക്കണ്ടേ? പിന്നെ പണിയില്ലേ? അടി പിടിച്ചോ? ഇല്ല. നമ്മൾ മലബാർ സ്റ്റൈൽ ഒത്തൻറ്റിക് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കോഴിക്കോടൻ ദം ബിരിയാണി. ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ പേരിന് എസൻസ് അങ്ങനത്തെ പരിപാടിയില്ല. ഫുള്ള് നമ്മൾ ഒത്തൻറ്റിക്. ഒരു തക്കാളി നമുക്ക് തിന്നാം, കുഴപ്പമൊന്നുമില്ല. അതിനുള്ള കൂട്ടി കഴിച്ചാൽ സാധാരണ കശുവണ്ടി മുന്തിരി ആ സാധനം അതുണ്ടല്ലോ, അതൊന്ന് വറുത്ത് തരുമായിരുന്നെങ്കിലേ. അത് വറക്കുന്നില്ല, ഞങ്ങൾക്കൊരു നേരം പോക്കായിരുന്നു. അത് വറക്കുന്നില്ല, അത് വറക്കാനുള്ള ഉദ്ദേശമില്ല. തക്കാളി ചേർക്കാം. കറിവേപ്പിലൊക്കെ കഴുകി കൊണ്ടുവന്നേക്കണം കേട്ടോ. കറിവേപ്പില ഇറക്കാൻ ആക്ച്വലി ഞാൻ മറന്നുപോയായിരുന്നു. നല്ല പണിയാണ്. പിന്നെ വെറുതെ നോക്കാൻ ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം അല്ലേ? ഈ അരി കണ്ടമാനായിട്ട് കഴുകി എൻ്റെ ഫ്ലേവർ കളയാറുണ്ട്. ഇപ്പം എന്താണ്? മാക്സിമം 1-2 കഴുകാവുള്ളൂ. ഈ ബിരിയാണി അരിക്ക് എത്ര രൂപ? 120 രൂപ. ഇതേതാ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് ക്വാളിറ്റി അരിയെ മേടിക്കുള്ളൂ. നമുക്കിനി ചിക്കൻ ഇറക്കി വെക്കാം. ലാസ്റ്റ് ദമ്മിടുമ്പോൾ എന്താ ഇപ്പം ആദ്യം വന്നോ? ഏകദേശം. ഇനി വെള്ളം ഒഴിച്ച് വെള്ളം കുടിക്കും. നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല, ഇനി ഉപ്പിടണം. നമുക്ക് റൈസ് തട്ടാം.
അതെ, അത് ശരി, റൈസ് തട്ടണേ ഉള്ളൂ. പിന്നെ എന്നാ നടത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ മെഷീനോ? അപ്പൊ റൈസ് വെന്തെന്ന് പറഞ്ഞിട്ട് റൈസ് വെന്തതില്ല, വേവിക്കാൻ പോവാന്നാ പറഞ്ഞത്. ഇതിനൊക്കെ അതിന്റെ സമയം എടുക്കും. എന്നെ ആദ്യമേ വെള്ളം ചൂടാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തരുന്നത്. എനിക്ക് അറിയാൻ മേലാത്തോണ്ടൊന്നുമല്ല, പിന്നെ വീഡിയോയിൽ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കണം. ഓ, പുള്ളി എല്ലാം അറിയാട്ടാ. ഇരിക്കട്ടെ, ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് വേവും. പ്രൊഡ്യൂസർ പറഞ്ഞ സമയം ആവാൻ ഇനി അരമണിക്കൂറും കൂടെ. അരമണിക്കൂർ കൊണ്ട് തീർക്കാം. അരമണിക്കൂർ തീർന്നില്ലെങ്കിൽ ഇന്ന് പലരും ഇവിടെ തീരും. ഫ്ലേവർ നോക്ക്, കൈ കൊണ്ടാണ് ആ ഫ്ലേവർ നോക്കണേ. പിന്നെ ഇത് മായില്ലെങ്കിൽ ആ പിന്നല്ലാണ്ട് തന്നെ ഇങ്ങനെ എടുത്തന്നെ ഫ്ലേവർ ഉണ്ട്. വെന്തിട്ടില്ലെന്ന് ആ വേഗം. ദമ്മിടുന്നതിന് ആദ്യം വേണ്ടി അറിയാം, കനലിടണം. കനലൊന്നും വേണ്ട. നമ്മൾ ദമ്മിടുമ്പോൾ എപ്പോഴും ഈ ടോപ്പ് റൈസ് വെന്ത ഭാഗം എടുക്കുമ്പോൾ ഈ ടോപ്പിലെ റൈസ് എടുക്കണം. ടോപ്പിലെ റൈസിന് എപ്പോഴും വേവ് കുറവായിരിക്കും. ഒന്നും അധികം ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. ഫീസ് വെച്ച് പഠിപ്പിക്കുന്ന സാധനങ്ങൾ അതൊക്കെ. ആരുടെ അത് പല ചാനലും. അതിൻ്റെ അടിയിലത്തെ റൈസ് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ മാറ്റുന്നു. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാം. സ്ഥലപരിമിതി ഉണ്ട്, ക്ഷമിക്കുക. ഞങ്ങൾ എന്നത്തിന് ക്ഷമിക്കണം, നിനക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞില്ല സുഹൃത്തെ. നമ്മളെ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ചിക്കനോടോ നമ്മളോടല്ല പറഞ്ഞു. നമ്മളെ പ്രേക്ഷകർ നമ്മളെ കാണുന്ന ഇഷ്ടം പോലെ. ഒരു 80% പരിപാടി കഴിഞ്ഞു. ഇനി ഇത് ഈ ചോറ് ഇട്ടിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ ചിക്കൻ എടുത്തു. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇടണ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ പല ചോറിലേക്ക് മറ്റേ കറി അങ്ങ് ഇറങ്ങുമല്ലോ, മസാല ഇറങ്ങത്തില്ലേ? ആ അങ്ങനെ ഒരു സംഭവമില്ലേ? കാരണം ഞാൻ പറഞ്ഞ കറക്റ്റാ, പക്ഷെ പുള്ളിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ഒന്നുമല്ലേ? അങ്ങനെ ഒരു നിർബന്ധമില്ല. അല്ല, ഒരു ലെയർ ചോറ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചിക്കൻ ഇടും, പിന്നെ അടുത്ത ലെയർ ചോറിട്ട് അതിന്റെ മുകളിൽ ചിക്കൻ ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-100 കിലോ ബിരിയാണി ഒന്നും അല്ല ഉണ്ടാക്കണത്. ഒരു 2-3 കിലോയുടെ പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ ഇതൊക്കെ മതിയായി. അപ്പം ചോറിലേക്ക് മസാല ഇറങ്ങണ്ട. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞു. അപ്പോൾ അരമണിക്കൂർ ദമ്മിട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ദമ്മിട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അത് കുറച്ച് സെറ്റാവാനുണ്ട്. അത് കഴിഞ്ഞ് ചെറിയ പരിപാടികൾ കഴിയുമ്പോൾ സംഭവം സെറ്റ്. പണിയെടുത്ത് മടുത്ത് കിടക്കുക. പോയി മറ്റേ തൈരൊക്കെ മേടിച്ചിട്ടുണ്ടോ? സാലഡ് വല്ലതും വേണമെങ്കിൽ. എന്തൊക്കെ വേണ്ട? ഓ, ഇത്ര ആൻസറില്ലയോ? ഞാൻ തെറിയാണല്ലോ പ്രതീക്ഷിച്ചത്. സമയം 2 മണി. 2 മണിക്ക് കിട്ടും എന്ന് പറഞ്ഞു. 2 മണിക്ക് കിട്ടും. അരമണിക്കൂർ ലേറ്റ് ആവുന്നല്ലോ. പണ്ട് ഇരുന്ന് വരാൻ പറഞ്ഞേ. വേമ്പ്ര പോയി തൈര് 1 പാക്കറ്റ്, പച്ചമുളക്, ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഗംഭീരം. ഓക്കെ പെട്ടെന്ന് വേണം. ഓക്കെ, ഇപ്പൊ തന്നെ പോ. Much later. വീഡിയോ എടുക്കണം. അയ്യോ, പിന്നെ തൈരിന് വില കൂടുതലല്ലേ? അതിനിപ്പോ എന്താ, നല്ല തൈരായിരിക്കില്ല അപ്പൊ? അങ്ങനെയൊന്നുമില്ല. അവിടെ കൊണ്ടുപോയി ഞാൻ ഒന്ന് മയങ്ങട്ടെ. തൈരിന് ശരിക്കും എത്ര രൂപ? 10 20? പണ്ട് വല്ലപ്പോഴും കടയിലൊക്കെ പോകണം. ഇപ്പൊ എത്ര തൈരിന്? 30 രൂപ. അപ്പൊ 40. വലിയ വ്യത്യാസമൊന്നുമില്ല. സമയം 2:30. ദമ്മ് പൊട്ടിക്കുന്ന ടൈം. നമ്മളോട് പറഞ്ഞ 2 മണിയാണ്. സാരമില്ല, പോട്ടെ. ആണോ? ജിജോ സാറിന് സ്മെല്ല് അടിച്ച്. ഈ പറയണ ഹൈപ്പൊന്നും ഇല്ലല്ലേ? നല്ല ഡൗട്ടുണ്ട്. ഡൗട്ട് ഉള്ളവരൊന്നും കഴിക്കണ്ട. സെറ്റായി. എന്ത് നീണ്ട കഴിച്ചു? ഒരു കാര്യം ഉറപ്പാ, അച്ചാർ അടിപൊളിയാണ്. അങ്ങനെ മനസ്സിലായി. മണം കിട്ടിയപ്പോ അപ്പൊ എന്റെ മാത്രം മണത്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അച്ചാർ ഈ കുറെ നാളുകൾ ഇങ്ങനെ എടുക്കാണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല വീര്യം കിട്ടുമെന്ന് പറയാം.
വീര്യം കിട്ടുന്നു, ഇതിന് വൈനോ? അല്ല, പഴകുന്നവരും അതിനകത്ത് എൻ്റെ രുചി കൂടും. റിവ്യൂ എടുക്കണ്ട, ജിജോയുടെ റിവ്യൂ എടുക്കണം. കാരണം കൊന്നാലും നല്ലതെന്ന് പറയൂല. എങ്ങനെയുണ്ട്? നല്ല ബിരിയാണി ആണോ? ഓ സാർ സമ്മതിച്ച്. കൺഗ്രാജുലേഷൻ. അങ്ങനെ സമ്മതിച്ചല്ലോ, എന്ത് പറ്റി? അതെന്നാന്നറിയോ, വിശന്നിരിക്കണോണ്ട്. ഇനി വിശന്നിരിക്കണോണ്ടാ ഇനി. അതുകൊണ്ട് ബിരിയാണി നല്ലതായിട്ടല്ല. അതെ, ബിരിയാണി കാര്യമായിട്ടും കൊള്ളാം. നമ്മൾ നല്ലതെന്ന് തന്നെ പറഞ്ഞല്ലോ. ബിരിയാണിയെ പറ്റി എന്താ അഭിപ്രായം? ബിരിയാണി നല്ല ബിരിയാണി നമ്മൾ കഴിച്ചപ്പം ആദ്യമേ വായി വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞായിരുന്നു. എൻ്റെ പക്ഷേ സംഭവം കൊള്ളായിരുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചേക്കണോണ്ട് എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാളുണ്ട്, അയാൾ പറയട്ടെ. ആക്ച്വലി ഇതൊരു സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് എടുക്കുന്ന ചാനലായിട്ട് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കുക്കിംഗ് ചെയ്തു എന്നുള്ള ചോദ്യം വരാം. അത് സ്വാഭാവികമായിട്ട് സബ്സ്ക്രൈബർ കൂടാത്തതുകൊണ്ടും ഇതില്ലാത്തതുകൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതല്ല സത്യം. സത്യം എന്താന്ന് നമ്മുടെ പ്രൊഡ്യൂസർ പറയും. പ്രൊഡ്യൂസർ അല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. പുള്ളി ആക്ച്വലി ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ട് വരികയാണ്. കുറച്ചും കൂടെ വളരാൻ വേണ്ടിയിട്ട് പുറത്ത് ഒരു ഹോട്ടലും കൂടെ തുടങ്ങാൻ പോവാണ്. ഒരു കയ്യടി. എന്നാ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ? ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, എന്തായാലും മാർച്ച് ഫസ്റ്റ് വീക്ക് ഉണ്ടാവും. അപ്പം പുറത്ത് വരുമ്പോഴത്തേക്കും ഈ കട തുടങ്ങിയില്ലെങ്കിൽ JMPയിലേക്ക് വരിക, ക്യാൻറ്റീനിലേക്ക് വരിക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റിലിട്ടാൽ മതി. റിക്വസ്റ്റ് അല്ല, കമൻറ്റിലേക്ക്. അത് അങ്ങനെയാണ് പറയാറ്. അപ്പോൾ കമൻറ്റിൽ വീണ്ടും നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ പാചകക്കല അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുവാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനൊരു പാചക വിദഗ്ധനാണല്ലോ ബേസിക്കലി. അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇനിയുണ്ടോ? അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.